AI വെച്ചിട്ട് ഒരുപാട് ആളുകളുടെ ജോബുകൾ നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പരക്കെ കേൾക്കാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ AI വെച്ചിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്, മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. എങ്ങനെ നമ്മൾക്ക് AI ഉപയോഗിച്ചിട്ട് മണി മേക്കിംഗ് നടത്താം അല്ലെങ്കിൽ ജോബുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താ വെച്ചാൽ AI ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മണി മേക്ക് ചെയ്യാം, അതായത് ഫ്രീലാൻസ് ആയിട്ട് നിന്നിട്ട് എങ്ങനെ മണി മേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായ മലയാള ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ഭാഷകൾ മാത്രമല്ല അവർക്കൊക്കെ AI സെക്ടറിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എവിടെയെല്ലാമാണ് നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെയാണ് നമുക്ക് ഈ ജോബുകൾ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ പറയുന്ന മിക്ക കാര്യങ്ങളും പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമ്മളൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയില്ല. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രസൻറ്റേഷൻ മേക്കിംഗ്. അതായത് ഒരുപാട് ആളുകൾക്ക് പ്രസൻറ്റേഷൻ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ മറ്റു ഒരുപാട് ജോലിക്കാർക്കൊക്കെ പ്രസൻറ്റേഷൻ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. പക്ഷേ മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ അറിയില്ല. കുറേ ആളുകൾ ഇപ്പോഴും മാനുവലി ആയിട്ട് ഗൂഗിൾ സ്ലൈഡ് അല്ലെങ്കിൽ പവർ പോയിന്റിലൊക്കെയാണ് പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ നിർമ്മിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം നമ്മളിപ്പോൾ ഇതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അതിനാണ് ജെമിനിയുടെ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ജെമിനിയുടെ ക്യാൻവാസ് എന്നുള്ള ഒരു ഫംഗ്ഷനിൽ നമ്മളുടെ കണ്ടന്റ് ഇട്ട് കൊടുത്താൽ വളരെ ക്രിയേറ്റീവായിട്ട് അവർ നമ്മൾക്ക് എന്ത് ചെയ്യും, ഇതാണ് ഇവിടെയാണ് ക്യാൻവാസ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് വെച്ചിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് അവർ മേക്ക് ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് നിർമ്മിച്ച പ്രസൻറ്റേഷൻസ് ആണ് ഇത് ഗൂഗിൾ സ്ലൈഡിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഇത് ഞാൻ നിർമ്മിച്ചത് ജെമിനിയുടെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ്. ക്യാൻവാസിൽ നിർമ്മിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഗൂഗിൾ സ്ലൈഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് പോലും ഈവൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലടക്കം ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾക്ക് AI വെച്ചിട്ട് പ്രസൻറ്റേഷൻ നിർമ്മിച്ച് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ പ്രോംപ്റ്റ് കൊടുക്കാനും കുറച്ചൊക്കെ ഡിസൈനിങ് ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മണി മേക്ക് ചെയ്യാൻ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. അതാണ് ഒന്നാമത്തേത്, പ്രസൻറ്റേഷൻ മേക്കിംഗ്. രണ്ടാമത് നമ്മൾക്ക് റെഗുലറായിട്ട് വരുന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതും. അതായത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ AI വെച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഷൂട്ട്. അതായത് കുറേ ആളുകൾക്ക് പല വിധത്തിലുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സോഷ്യൽ മീഡിയകളിൽ ആഡ് റൺ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റോറികൾ വെക്കാൻ, സ്റ്റാറ്റസുകൾ വെക്കാനൊക്കെ AI വെച്ചിട്ട് പ്രൊഡക്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് നമുക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ജെമിനിയുടെ VO3 അല്ലെങ്കിൽ മറ്റു വീഡിയോ ക്രിയേഷൻ്റെ AI ടൂളുകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊഡക്റ്റുകളുടെ വീഡിയോ ഷൂട്ട്. അതാണ് രണ്ടാമത്തേത്. അതേപോലെ തന്നെയാണ് മൂന്നാമത്തതും പ്രൊഡക്റ്റുകളുടെ ഫോട്ടോഷൂട്ട്. അതായത് നമ്മളിപ്പോൾ മുമ്പൊക്കെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറമാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതിനൊക്കെ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമുക്ക് ക്യൂക്കായിട്ടൊരു സുപ്രഭാതത്തിൽ മണി മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ എക്സ്പോസ് ചെയ്യണം, നമ്മൾ ഷോക്കേസ് ചെയ്യണം, നമ്മളതിലൊരു ഡീപ്പ് ലെവലിൽ എക്സ്പേർട്ട് ആവണം. അപ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ കൺവേർഷൻ രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ മൂന്നാമത് പറഞ്ഞത് ഇതാണ്, നമ്മൾക്ക് പ്രൊഡക്റ്റുകളുടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ത്രീകൾ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ടാകും. അതേപോലെ തന്നെ നാട്ടിലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഡ്രസ്സുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോ ഷൂട്ടിൽ ചെയ്ത പോലെ നമ്മൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും നല്ല ഫോട്ടോസ് നിർമ്മിക്കാൻ പറ്റും. അതിന് നമുക്ക് ഈ മിക്ക AI ടൂളുകളുടെയും ഇമേജ് ജനറേഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ജെമിനിയുടെ നാനോ ബനാന. അത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ട് നടത്താം. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, നിങ്ങൾ ചിലപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ഹയറിംഗ് പോസ്റ്റേഴ്സിലൊക്കെ കാണാറുണ്ട് AI വീഡിയോ ക്രിയേറ്റർ എന്ന് കാണാറുണ്ട്. അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ AI വെച്ചിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടാകും. അപ്പോൾ AI വെച്ചിട്ട് അതായത് പ്രോംപ്റ്റുകൾ കൊടുത്ത് AI വീഡിയോ നിർമ്മിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോഷൂട്ട് പോലത്തെ വീഡിയോ ഷൂട്ട് പോലത്തെ. രണ്ടാമത് നമുക്ക് എന്താ വെച്ചാൽ മോഷൻ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിർമ്മിക്കാൻ പറ്റും. മൂന്നാമത് നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ കുറേ ആനിമേഷൻസ് എഫക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് കുറേ നമുക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റുകൾ കൊടുത്ത് ഡിഫറെൻറ്റ് വീഡിയോ ക്രിയേഷൻ ടൂൾ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതാണ് ഞാൻ പറഞ്ഞ AI വീഡിയോ ക്രിയേഷൻ എന്നുള്ളത്. അഞ്ചാമത് നമുക്ക് AI വെച്ചിട്ട് മണി മേക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് പോസ്റ്റർ മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആവുക, AI ഡിസൈനർ ആവുക. മുമ്പ് എന്താ വെച്ചാൽ ഡിസൈനിങ് ഒക്കെ ഡിസൈനേഴ്സിന് മാത്രമേ ഉള്ളൂ പറ്റുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കുറേ സിസ്റ്റം, നമുക്ക് നല്ല സെറ്റപ്പിലെ ലാപ്ടോപ്പ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതൊക്കെ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റും എൻ്റെ ഒരു ഫോട്ടോവും വെച്ചിട്ട് ഞാൻ ജെമിനിയുടെ നാനോ ബനാന വെച്ചിട്ട് നിർമ്മിച്ച ഒരു പോസ്റ്ററാണിത്. ഈവൻ ഐ ആം നോട്ട്, എനിക്കൊരു ഡിസൈനർ അല്ലെങ്കിൽ പോലും എനിക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്തരത്തിലുള്ള പോസ്റ്റർ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ മേക്കിങ്ങിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AI പോസ്റ്റർ ഡിസൈനർ ആവാൻ പറ്റും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് ആളുകൾക്ക് പോസ്റ്റേഴ്സ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, അതിപ്പോൾ അവർക്കും ചെയ്തുകൂടെയെന്ന്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു സ്കില്ലിൽ എക്സ്പേർട്ട് ആകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു AIയിൽ നല്ല രീതിയിൽ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനും ആ ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റുകൾ കൊടുത്ത് പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ വേ ടു ഏൺ മണി. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റർ മേക്കിങ്ങിന് നിങ്ങൾക്ക് AI വെച്ചിട്ട് പോസ്റ്റർ മേക്കിങ്ങിൽ അല്ലെങ്കിൽ AI ഡിസൈനർ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മണി മേക്ക് ചെയ്യാം. ആറാമത്തത് ഇപ്പോൾ കുറേ ആളുകൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹയറിംഗ് പോസ്റ്റേഴ്സിലൊക്കെ ഇതൊരു പോസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലേക്കും മറ്റു ബ്ലോഗ് പോസ്റ്റിലേക്കും വേണ്ട AI കണ്ടന്റ് ക്രിയേഷൻസ്. ഇത് സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമല്ല, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അതും AI വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ലെവലിലൊക്കെ പ്രോംപ്റ്റ് കൊടുക്കാനൊക്കെ അറിയാം. ഇംഗ്ലീഷ് അറിയണമെന്നില്ല, അവിടെയും നമ്മൾ ക്രിയേറ്റീവായ സ്മാർട്ടായി കഴിഞ്ഞാൽ പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യുക, ആ ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ് വെച്ചിട്ട് കണ്ടന്റുകൾ മേക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മനസ്സിലായോ? ഇറ്റ് ഈസ് എ സ്റ്റിൽ എ വേ ടു മേക്ക് എ മണി. അതാണ് ആറാമത്തത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഓരോന്നിലേക്കും അതിൻ്റെ ഡീപ്പ് ലെവലിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് കാണുക. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനൊക്കെ ശരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ ബ്ലോഗ് പോസ്റ്റ്, വെബ്സൈറ്റ് അപ്ഡേറ്റ്സ്, അങ്ങനെ ഇമെയിൽ കോണ്ടന്റ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്റ്റിൽ ദേ ഹാവ് എ AI. അതായത് ഈ കമ്പനികൾക്കൊക്കെ AI ഉണ്ട്, AI ഉപയോഗിച്ച് നിർമ്മിക്കാം. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലേ, ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാകുമ്പോഴുള്ളൂ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലെവലിൽ റിസൾട്ട് കിട്ടുക. അപ്പം നിങ്ങളൊരു AI കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ യു ക്യാൻ മേക്ക് എ മണി. AI വെച്ചിട്ട് നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴാമത്തതാണ് തംബ്നെയിൽ ക്രിയേഷൻ. അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സെൽഫ് യൂട്യൂബേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ടീമൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ലെവലിൽ യൂട്യൂബ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ചാനലുകൾക്ക്, അവരുടെ വീഡിയോക്കൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. AI വന്നുകൊണ്ട് എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് കണ്ടന്റ് AI വെച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൻ്റെ കണ്ടന്റുകൾ അല്ലെങ്കിൽ തംബ്നെയിലിൻ്റെ ടൈറ്റിൽസൊക്കെ മിക്കപ്പോഴും നമ്മൾ ജെമിനിയിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് കൊടുത്ത ശേഷം ആ തംബ്നെയിൽ, ക്രിയേറ്റീവായിട്ടുള്ള തംബ്നെയിൽ നമ്മൾ അതിൻ്റെ കണ്ടന്റുകൾ നിർമ്മിച്ച് തരാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള AI തംബ്നെയിൽ ഡിസൈനർ ആകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഈ ജെമിനി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു ടൂളുകളോ വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. നെക്സ്റ്റ് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനൊരു പോസ്റ്ററായിട്ട് നിർമ്മിക്കുക, അല്ലെങ്കിൽ തംബ്നെയിൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഞാൻ നമ്മുടെ തന്നെ ഒരു വീഡിയോ കൊടുത്തിട്ട് ജസ്റ്റ് വേറൊരു വീഡിയോയും എൻ്റെ ഒരു ഇമേജും കൊടുത്തിട്ട് ഞാൻ തംബ്നെയിൽ നിർമ്മിച്ച് തരാൻ പറഞ്ഞതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൊടുത്ത കണ്ടന്റ് വളരെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു കണ്ടന്റും അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ കുഴപ്പമില്ല. ഇത് പ്രോംപ്റ്റ് ഡീറ്റെയിൽഡ് അല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറ്റേ തംബ്നെയിൽ തന്നത്. ആ പ്രോംപ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആണെങ്കിൽ, റിച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, വളരെ ക്രിയേറ്റീവായ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് തംബ്നെയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തംബ്നെയിൽ ക്രിയേറ്റർ അല്ലെങ്കിൽ AI തംബ്നെയിൽ ഡിസൈനർ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോബായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസിങ് കരിയറായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എട്ടാമതാണ്, നമ്മളിൽ കുറേ ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടിലെ ചില സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലും മണി മേക്കിംഗ് ചെയ്യുന്നുണ്ട്. AI വെച്ചിട്ട് വീഡിയോ, അതായത് റീലുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഷൻസ്, പ്രൊഡക്റ്റുകളുടെ വീഡിയോ ഷൂട്ട്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറേ ഇവൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ഇവൻറ്റുകൾക്കൊക്കെ റീലുകൾ AI വെച്ചിട്ട് നിർമ്മിക്കുക. അതിനൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ടൂളുകളുണ്ട്. ജെമിനിൻ്റെ, VO3ൻ്റെ മറ്റു ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്നത്, നമുക്ക് താല്പര്യമില്ല, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫ്രീലാൻസിങ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
AI റീൽ മേക്കർ. 9ാമത്തേതാണ് നമ്മൾ ഒന്നുകൂടി സീരിയസ് ആയിട്ട് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് AI വെച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെബ്സൈറ്റുകൾ നിർമ്മിക്കുക. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ സംരംഭങ്ങൾക്കൊക്കെ വെബ്സൈറ്റ് ആവശ്യമാണ്. അപ്പോൾ വലിയൊരു വെബ്സൈറ്റ് നിർമ്മിക്കുകയല്ല, അവർക്കൊക്കെ ചെറിയൊരു ഹോം പേജും ചെറിയൊരു അഡീഷണൽ പേജും വരുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ നമുക്ക് AI വെച്ചിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും നമുക്കൊരു മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. 10ാമത്തേത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മൾ മുമ്പൊക്കെ ഇപ്പോൾ കുറേ ആളുകൾക്കൊക്കെ അവരുടെ സെൽഫ് പ്രൊമോഷൻസ് വേണ്ടി വരും, പേഴ്സണൽ പ്രൊമോഷൻസ് വേണ്ടി വരും. അപ്പോൾ അവരുടെ തന്നെ വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ കുറേ ബിസിനസ്സുകാർക്കൊന്നും ഇതിന് സമയം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. AI വെച്ചിട്ട് ഹെയ്ജൻ പോലത്തെ 11 ലാബ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആളുകൾക്ക്, ബിസിനസ്സുകാർക്ക് വേണ്ട വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് അവരുടെ ഓഡിയോ, അവരുടെ വീഡിയോ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ഹെയ്ജന് വെച്ചിട്ടും 11 ലാബ്സും വെച്ചിട്ടും ക്ലോൺ ചെയ്തിട്ടുള്ള അവരുടെ അവതാറുകൾ നിർമ്മിച്ചാൽ മതി. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ്. ഈ ഒരു സെക്ടറിലൊന്നും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ആരും വന്നിട്ടില്ല. നമുക്ക് ഇതൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറയാവുന്നതാണ്, നമ്മൾ ഏത് സെക്ടറിലും, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഫ്രീലാൻസിങ്ങിൽ നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വരുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നമ്മളെ ഷോക്കേസ് ചെയ്ത് നമ്മളെ സെൽഫ് ബ്രാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ ഒരു മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. 11ാമത്തേതാണ് AI വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ നമ്മൾ ബേസിക്സ് മനസ്സിലാക്കണം. കുറച്ചൊക്കെ നമുക്ക് ഓൺലൈൻ വെച്ചിട്ട്, ഓൺലൈൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒരു ചെറിയ ലെവലിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് AI വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് AIനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചാൽ, വെറും ഒരു ChatGPT ജെമിനി യൂസർ അല്ലാതെ ഇതിനൊക്കെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് യു ക്യാൻ മേക്ക് എ മണി. ഇത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ഞാൻ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മണി മേക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഇപ്പോഴും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ മണി മേക്കിംഗ് ഓപ്ഷൻസ്. നെക്സ്റ്റ് 2ാമത്തെ പാർട്ടിൽ നമ്മൾ പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. AI വെച്ചിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പാർട്ടിൽ പറയാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ജെമിനിയിലാണെങ്കിലും ChatGPTയിലാണെങ്കിലും ഒക്കെ മലയാളം വരുന്നുണ്ട്. അതായത് മലയാളം അക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മലയാളങ്ങൾ മോഡിഫൈ ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ, അനാലിസിസ് ചെയ്യാനൊക്കെ ഒരുപാട് മെയിൻ കമ്പനീസ് ഹയറിങ് നടത്തുന്നുണ്ട്. അവർക്കൊക്കെ ഫ്രീലാൻസേഴ്സിനെയാണ് ആവശ്യം. ഒരു പെർമനൻറ്റ് എംപ്ലോയി എന്ന നിലക്കല്ല, നമുക്കൊരു എക്സ്ട്രാ മണി മേക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് ഞാൻ 2-3 കമ്പനികൾ വരാം. ഇതിൽ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു കമ്പനിയിൽ എൻ്റെ ഫ്രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. 1ാമത്തെ കമ്പനി എന്ന് പറയുന്നത് ടെലൂസ് ഡിജിറ്റലാണ്, അല്ലെങ്കിൽ ടെലൂസ് ഇൻ്റർനാഷണൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. നമ്മളിതൊരു സ്കാം ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. നിങ്ങളിതിൻ്റെയൊക്കെ വെബ്സൈറ്റ് പോയിട്ട് നോക്കുക. അവരുടെയൊക്കെ റിമോട്ട് ജോബുകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. റിമോട്ട് ജോബുകൾ നോക്കുക. ഓക്കെ, അതാണ്. അപ്പോൾ ഞാൻ ആദ്യം കമ്പനികൾ പറയാം, പിന്നെ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ജോബുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെയാണ് ഇതിന് റെസ്യൂമുകൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ബാക്കിയായിട്ട് പറയാം. 2ാമത് ഇത്തരത്തിലുള്ള റിമോട്ട് ജോബുകൾ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് RWS. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെറ്റയിലൊക്കെ വർക്കുകൾ RWSൽ ലഭിക്കാറുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. മലയാളം കണ്ടന്റുകളൊക്കെ അനാലിസിസ് ചെയ്യേണ്ട ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അത്യാവശ്യം ഹവർലി റേറ്റും ഇവർ ഡോളറിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹവർലി റേറ്റും കിട്ടും. 2ാമത് പറഞ്ഞത് RWS. അതേപോലെ തന്നെ 3ാമത്തെ മറ്റൊരു കമ്പനിയാണ് OneForma. ഇതിൻ്റെ കമ്പനി നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വൃത്തിയിലായിട്ട് ഞാൻ കൊടുക്കേണ്ടത്. OneForma, ഇതാണ് 3ാമത്തേത്. അതേപോലെ തന്നെ 4ാമത്തെ മറ്റൊരു കമ്പനിയാണ് പെറോപ്റ്റിക്സ്. 5ാമത്തെ കമ്പനിയാണ് ഇന്നോഡാറ്റ. 6ാമത്തെ മറ്റൊരു കമ്പനിയാണ് ഡാറ്റ അനോട്ടേറ്റർ. ഇതൊക്കെ AI ജോബ്, റിമോട്ടായിട്ടുള്ള ജോബ് ഓഫർ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നിങ്ങളുടെ ലിങ്ക്ഡിനിൽ എടുക്കുക. ലിങ്ക്ഡിനിൽ സിമ്പിളായിട്ട് ഒന്നുകിൽ ഈ കമ്പനികളൊക്കെ സെർച്ച് ചെയ്യുക. അപ്പോൾ ടെലൂസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ടെലൂസ് എന്ന് ഇവിടെ നമ്മൾ ഈ ജോബിൽ വന്നിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ജോബ്സിൽ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇവരുടെ ജോബുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ടെലൂസ് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ നിയർ ബൈ അവരുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഓൺലൈൻ ഡാറ്റ അനോട്ടേറ്റർ, മലയാളം സ്പീക്കർ, കോഴിക്കോട് ലൊക്കേഷൻ. ഇത് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ
ഇതാണ് ഇത് ടെലൂസ് ഒന്നുകൂടി കുറച്ചുകൂടെ മുമ്പ് 2-3-4 ആഴ്ച മുമ്പ് ഒന്നുകൂടി കുറച്ചുകൂടി ഹയറിങ് നടത്തിയിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ കമ്പനിയുടെ ഇപ്പോൾ RWS ആണെങ്കിലും OneForm ആണെങ്കിലും ഇവിടെ വന്നിട്ട് ലിങ്ക്ഡിൻ ആണ് ഇതിൻ്റെയൊക്കെ ഒരു ഒഫീഷ്യൽ വേ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. ഭയങ്കര കെയർഫുൾ ആവണം. ഒരിക്കലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ള ഒരു ജോബിനും നമ്മൾ പോകരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ജോബുകളും ഇവിടെ സെർച്ച് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കമ്പനികളല്ലാതെയും വേറെ കമ്പനികളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് വന്നിട്ട് AI ജോബുകൾ എന്ന് സെർച്ച് ചെയ്യാം. AI ജോബുകൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഇപ്പോൾ ഇവിടെ കാണാം AI ട്യൂട്ടർ, ട്രെയിനർ, ഡാറ്റ അനലിസ്റ്റ് കണ്ടോ. പിന്നെ അതേപോലെ ഒരുപാട് ജോബുകൾ നമുക്കിവിടെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ റിമോട്ടായിട്ട്, അതായത് നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിലും ഒരു എക്സ്ട്രാ മണിക്ക് വേണമെങ്കിൽ ഇത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇത്തരം കമ്പനികൾക്ക് നമ്മൾ ഒരു ഹാർഡായിട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒറ്റത്തവണ ഉണ്ടാക്കിയ റെസ്യൂമുകൾ അയച്ചു കൊടുത്താൽ ഒരിക്കലും ഈ ജോബിലൊന്നും നമുക്ക് സെലക്ഷൻ കിട്ടില്ല. അതിന് നമ്മൾ ഓരോ ജോബിനും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റെസ്യൂമുകൾ മേക്ക് ചെയ്യണം. അതിന് ഈ ജെമിനിയിൽ വന്നിട്ട് ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ജോബ്, നമ്മുടെ ഒരു പ്രൊഫൈൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ ഏതാണോ ജോബ് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ ഒരു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയാം ഈ ഒരു ജോബിന് വേണ്ട എൻ്റെ റെസ്യൂം മേക്ക് ചെയ്ത് തരാൻ വരാം. ശേഷം നമുക്കത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ജോബിനും അലൈൻഡ് ആയിട്ടുള്ള റെസ്യൂമുകൾ മേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടേക്കൊക്കെ സെലക്ഷൻ കിട്ടുക. കാരണം മിക്ക റെസ്യൂമുകളും AI വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു വീഡിയോ കുറേ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് AI വെച്ച് മണി മേക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യലായിട്ടുള്ള വേയിലൂടെ മാത്രം നിങ്ങൾ ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കിൽ താഴെ കമൻറ്റിൽ പറയണം. അതാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് അല്ലെങ്കിൽ സിമിലർ വീഡിയോസ് ചെയ്യാനുള്ള എനർജി നൽകുന്നത്. അപ്പോൾ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.